അല്ലു അർജുനെ നായകനാക്കി ബേസിൽ ജോസഫ് ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. ജനപ്രിയ നായകൻ ദിലീപിന്റെ കിടിലൻ ഒരു ആക്ഷൻ പടം വരുന്നു. ഓണം വിന്നർ ആവുമോ ഖലീഫ? ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനായിട്ടെത്തിയ കിരീടം എന്ന ചിത്രം കഴിഞ്ഞ ആഴ്ച റീ റിലീസ് ചെയ്തിരുന്നു. ചിത്രം റിലീസിനെത്തിയ 6ാം ദിവസമായ ഇന്നലെ 4 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷനെ നേടിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ടോട്ടൽ 6 ദിവസത്തെ കളക്ഷൻ 31 ലക്ഷം രൂപ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടെത്തിയ ഐ നോബഡി എന്ന ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 6,85 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ ഐ നോബഡിയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 13,50 ലക്ഷം രൂപയോളമാണ്. 30 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തിയ ഗാട്ട ഗുസ്തി 2 എന്ന ചിത്രം റിലീസിനെത്തി 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,08 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 50 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 27 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ഗാട്ട ഗുസ്തി 2 തിയേറ്ററുകളിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ആലിയ ഭട്ട് ചിത്രം ആൽഫ റിലീസിനെത്തി 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 67 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 94 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. എങ്കിലും 110 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രം ഫ്ലോപ്പ് സ്റ്റാറ്റസോടെ വാഷൌട്ടിലേക്ക് നീങ്ങുന്നു. തമിഴിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ബ്ലാസ്റ്റ് എന്ന അർജുൻ ചിത്രത്തിന്റെ ഫൈനൽ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റിന്റെ ഫൈനൽ തമിഴ്നാട് കളക്ഷൻ 33 കോടി 60 ലക്ഷം രൂപ, കേരള കളക്ഷൻ 15 കോടി 30 ലക്ഷം രൂപ, ആന്ധ്ര തെലങ്കാന കളക്ഷൻ 9 കോടി 60 ലക്ഷം രൂപ, കർണാടക കളക്ഷൻ 5 കോടി രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 30 ലക്ഷം രൂപ, ഓവർസീസ് കളക്ഷൻ 14 കോടി 25 ലക്ഷം രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ 78 കോടി 5 ലക്ഷം രൂപ. 18 കോടി രൂപയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലാസ്റ്റ് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഒരു ബിഗ് ബജറ്റ് പീരീഡ് ആക്ഷൻ സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടൊവിനോയ്ക്കൊപ്പം പൃഥ്വിരാജും ഒരു കാമിയോ വേഷത്തിലെത്തുന്ന പള്ളിച്ചട്ടമ്പിയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവ് ആണ്. വരുന്ന ജൂലൈ 24-ാം തീയതി മുതൽ പള്ളിച്ചട്ടമ്പി സോണി ലിവിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലോകേഷ്, വാമിക ഗബ്ബി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഒരു റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് DC. ചിത്രത്തിന്റെ സെൻസറിംഗ് ഇന്ന് നടക്കുകയുണ്ടായി. സെൻസർ ബോർഡിൽ നിന്നും A സർട്ടിഫിക്കറ്റ് ലഭ്യമായ DCയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 27 മിനിറ്റും. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ DC തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. നസ്ലിലെ നായകനാക്കി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ 9 കോടി 90 ലക്ഷം രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 2 കോടി 50 ലക്ഷം രൂപ, ഓവർസീസ് കളക്ഷൻ 7 കോടി രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 19 കോടി 40 ലക്ഷം രൂപ. 15 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ മോളിവുഡ് ടൈംസ് തിയേറ്ററുകളിൽ പരാജയമായിരുന്നെങ്കിൽ കൂടി പ്രൊഡ്യൂസർക്ക് OTT സാറ്റലൈറ്റ് തിയേറ്റർ ഷെയറുകളിലൂടെ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. തമിഴിലെ ഏറ്റവും ജനപ്രിയമായ ഹൊറർ ത്രില്ലർ സിനിമ ഫ്രാഞ്ചൈസികളിലൊന്നായ ഡിമോണ്ടി കോളനി 3യുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ടോട്ടൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം സിനിമ സെൻസറിംഗിന് അയച്ചിരുന്നു. സെൻസർ ബോർഡിൽ നിന്നും A സർട്ടിഫിക്കറ്റ് ലഭ്യമായ ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 36 മിനിറ്റ് 17 സെക്കൻഡും. അധികമായിട്ടുള്ള വയലൻസ് രംഗങ്ങൾ ഉള്ളതിനാലാണ് സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അരുൾനിധി, പ്രിയ ഭവാനി ശങ്കർ, ഗുരു സോമസുന്ദരം, മുത്തുകുമാർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത ഡിമോണ്ടി കോളനി 3 സെപ്റ്റംബർ 11-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിൽ നിന്ന് നാളെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് അച്യുതാവതാരം. അവിനാഷ്, സീമാജി നായർ, മാളവിക നന്ദൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൂനിത് ആരാധ്യയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ അച്യുതാവതാരം നാളെ മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു കന്നഡ പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് സിനിമയാണ് ടോക്സിക്. ചിത്രം ഇപ്പോൾ ഇത് IMDb ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന സിനിമയെന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. യഷിനൊപ്പം കിയാര അദ്വാനി, നയൻതാര, രുക്മിണി വസന്ത്, സുദേവ് നായർ, ചെമ്പൻ വിനോദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക് വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും. അല്ലു അർജുനെ നായകനാക്കി ബേസിൽ ജോസഫ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇതിനിടയിൽ ഈ ഒരു പ്രോജക്ട് ബേസിൽ ഉപേക്ഷിക്കുന്ന തരത്തിലും റൂമറുകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രോജക്ട് ഉപേക്ഷിച്ചിട്ടില്ലെന്നും 2027-ൽ ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ അതിരടി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അരുൺ അനിരുദ്ധനും ഓൾസൺ സ്കറിയയും ചേർന്നാണ് ഈ അല്ലു അർജുൻ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച് 2027 പകുതിയോടെ ഷൂട്ടിംഗ് വർക്കുകൾക്കും തുടക്കമാവും. അല്ലുവിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന AA23 എന്ന ചിത്രത്തിന് ശേഷം അല്ലു അർജുൻ അടുത്തതായി അഭിനയിക്കുക ഈ ബേസിൽ ചിത്രത്തിലാവുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്.
അക്ഷയ് കുമാർ, സൈഫ് അലി ഖാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹൈവാൻ. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2016 ലാലേട്ടനെ നായകനാക്കി പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത ഒപ്പം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്കായി വരാനിരിക്കുന്ന ഹൈവാൻ വരുന്ന സെപ്റ്റംബർ 11 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ആസിഫ് അലിയെ നായകനാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ആസിഫ് അലിക്കൊപ്പം വിജയരാഘവൻ, ഷൈം ടോം ചാക്കോ, വിശാഖ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന് കോട്ടയം ബെൽറ്റ് എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോട്ടയത്ത് വെച്ച് ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് സുരേഷ് ഗോപാലനും സംഗീതമൊരുക്കുന്നത് ഗോവിന്ദ് വസന്തയുമാണ്. ഒരു ഫാമിലി ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന കോട്ടയം ബെൽറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഒരു തമിഴ് പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ജയിലർ 2. രജനികാന്തിനൊപ്പം ലാലേട്ടൻ, ഹൃത്തിക് റോഷൻ, ശിവരാജ് കുമാർ, വിദ്യാബാലൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ അവസാനഘട്ട പാച്ച് വർക്ക് ഷൂട്ടിന് ഇന്നലെയോടെ പായിക്കപ്പായിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്നും അറിയാൻ സാധിച്ചിട്ടുമുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ റാപ്പർ വേടനാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. അതും വരുന്ന ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തു വരികയും ചെയ്യും. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക. സുരേഷ് ഗോപിയെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 2006 പുറത്തു വന്ന ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ചിന്താമണി കൊലക്കേസ്. AK സാജന്റെ തിരക്കഥയിൽ വന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും സുരേഷ് ഗോപി അവതരിപ്പിച്ച ലാൽകൃഷ്ണ വരാടിയാർ എന്ന കഥാപാത്രത്തിന് വലിയൊരു ആരാധക പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ചിന്താമണി കൊലക്കേസിന് ഒരു 2ാം ഭാഗം വരാൻ സാധ്യതയുണ്ടെന്ന് സംവിധായകൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ചിന്താമണി കൊലക്കേസിന്റെ 2ാം ഭാഗത്തിന്റെ തിരക്കഥാ വർക്കുകൾ പൂർത്തിയായെന്നും വരുന്ന 2027 ചിത്രീകരണം ആരംഭിച്ച് 2027 അവസാനത്തോടുകൂടി ചിന്താമണി കേസിന്റെ 2ാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും സംവിധായകനായ ഷാജി കൈലാസും തിരക്കഥാകൃത്തായ AK സാജനും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രമായ വരവിന്റെ പ്രൊമോഷൻ വേളയിലാണ് ചിന്താമണി കൊലക്കേസ് 2 പറ്റി ഇവർ സംസാരിച്ചിട്ടുള്ളത്. ബോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ രാമായണ. രൺബീർ കപൂർ, യഷ്, സായി പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രാമായണയുടെ ഒഫീഷ്യൽ ട്രെയിലറിന്റെ സെൻസറിംഗ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും യു സർട്ടിഫിക്കറ്റ് ലഭ്യമായ രാമായണയുടെ ട്രെയിലറിന്റെ 4 മിനിറ്റ് ദൈർഘ്യമുള്ള വേർഷൻ തിയേറ്ററുകളിലും 4 മിനിറ്റ് 15 സെക്കൻഡ് ദൈർഘ്യമുള്ള വേർഷൻ സോഷ്യൽ മീഡിയയിലൂടെയുമായി ഈ വരുന്ന ജൂലൈ 24 തീയതി പുറത്തുവരും. ഏകദേശം 4000 കോടി രൂപ ബഡ്ജറ്റിൽ 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന രാമായണയുടെ ആദ്യ ഭാഗം വരുന്ന ദീപാവലി റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. തായ്ക്കിഴവി എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ ശിവകാർത്തികേയൻ നായകനായിട്ടെത്തുന്ന ഒരു ഡിവൈൻ ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണ് സെയ്യോൺ. ശിവകാർത്തികേയനൊപ്പം ഭാഗ്യശ്രീ ബോർസെ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് രാജ്കമൽ ഫിലിംസിന് വേണ്ടി ഉലക നായകൻ കമലഹാസനും. ഓൾറെഡി ചിത്രത്തിന്റെ ആദ്യഘട്ട ഷൂട്ടിംഗ് വർക്കുകൾ കഴിഞ്ഞ മാസം തന്നെ മധുരയിൽ വെച്ച് പൂർത്തിയായിരുന്നു. ഇനിയുള്ള 2ാം ഘട്ട ചിത്രീകരണത്തിന് അടുത്ത ആഴ്ചയോടുകൂടി ചെന്നൈയിൽ വെച്ച് തുടക്കമാവുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് നാരായണൻ മ്യൂസിക് ഒരുക്കുന്ന ഈ ചിത്രത്തിന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിവേക് വിജയകുമാർ ആണ്. 2027 പൊങ്കൽ റിലീസായിട്ടാവും സെയ്യോൺ തിയേറ്ററുകളിലേക്ക് എത്തുക. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒരു ബിഗ് ബജറ്റ് സിനിമയാണല്ലോ ഖലീഫ. വരുന്ന ഓണം റിലീസായി ഓഗസ്റ്റ് മാസം 20 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഖലീഫയുടെ കർണാടകയിലെ വിതരണ അവകാശം VK ഫിലിംസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ റിലീസിന് എത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ്. റിലീസ് ദിവസം 300-ലധികം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യും. പൃഥ്വിരാജിനൊപ്പം ലാലേട്ടനും ഒരു കാമ്യവേഷം കൈകാര്യം ചെയ്യുന്ന ഖലീഫയിൽ കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, സഞ്ജു ശിവറാം, കബീർ സിംഗ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. പുഷ്പ സിനിമകളുടെ വമ്പൻ വിജയത്തിന് ശേഷം സുകുമാർ അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് RC-17. രാംചരൺ നായകനാവുന്ന ഈ ചിത്രത്തിൽ നയൻതാരയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദേവിശ്രീ പ്രസാദ് മ്യൂസിക് ഒരുക്കുന്ന ഈ ബിഗ് ബജറ്റ് സിനിമ നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ വരുന്ന ജൂലൈ 23 തന്നെ റിലീസിനെത്തുമെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ജനനായകന്റെ റിലീസ് ദിവസം കേരളത്തിലെ ആദ്യ ഷോ ടൈമിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുക. അതേസമയം തമിഴ്നാട്ടിൽ രാവിലെ 9 മണി മുതലാവും ആദ്യ ഷോയുടെ പ്രദർശനം ആരംഭിക്കുക. പ്രഭാസിനെ നായകനാക്കി ഹനു രാഘവപുടി സംവിധാനം ചെയ്യുന്ന ഒരു തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഫൗജി. 1940കളിലെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഒരു ആക്ഷൻ റൊമാന്റിക് ത്രില്ലറായി ഒരുങ്ങുന്ന ഫൗജിയിൽ സോഷ്യൽ മീഡിയ താരം ഇമാൻ ഇസ്മയിലാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരുന്നു. വരുന്ന ഡിസംബർ 3 തീയതി ഫൗജി പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും.
ജനപ്രിയ നായകൻ ദിലീപിന്റെ ഒരു വമ്പൻ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു. ചിറകൊടിഞ്ഞ കിനാവുകൾ 1 പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത സന്തോഷ് വിശ്വനാഥനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. വമ്പൻ ബജറ്റിൽ 1 ക്യാൻവാസിൽ ഒരു മാസ് എന്റർടൈനറായി തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഡേവിഡ് കാച്ചാപ്പള്ളിയും ഈ സിനിമയ്ക്ക് ക്യാമറ ഒരുക്കുന്നത് അജയ് ഡേവിഡ് കാച്ചാപ്പള്ളിയുമാണ്. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന ഈ ദിലീപ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വരുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രശസ്ത മലയാള സിനിമയിലെ ഒരു ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയിലെന്ന് മനസ്സിലായവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യം ഉത്തരം നൽകുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.